നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ തീർച്ചയായും ചെയ്തിരിക്കേണ്ട ഒരു ടെസ്റ്റാണ് HbA1c. എന്താണ് HbA1c? നമ്മുടെ ബ്ലഡിൽ നമുക്ക് RBCകളുണ്ട്, ചുവന്ന രക്തകോശങ്ങളുണ്ട്. ഈ RBCൻ്റെ ഉള്ളിൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നൊരു പ്രോട്ടീനുണ്ട്. സാധാരണഗതിയിൽ അത് ലങ്സിൽ നിന്നും ഓക്സിജനെ സ്വീകരിച്ചിട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവയവങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കും. നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവിന് ആനുപാതികമായിട്ട് ഈ ഹീമോഗ്ലോബിനുകളിൽ ഗ്ലൂക്കോസ് പറ്റിപ്പിടിക്കും. അപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടുതലാണെങ്കിൽ കൂടുതൽ ഹീമോഗ്ലോബിനുകളിൽ ഗ്ലൂക്കോസ് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാകും. അതുപോലെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവാണെങ്കിൽ കുറവ് ഹീമോഗ്ലോബിനുകളിൽ മാത്രമേ ഗ്ലൂക്കോസ് പറ്റി പിടിച്ചിട്ടുണ്ടാവുകയുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഉപ്പിലിട്ട നെല്ലിക്കയോ മാങ്ങയൊക്കെ ഉദാഹരണമായിട്ട് എടുക്കാം. ചുറ്റുമുള്ള സുർക്കയിലുള്ള ഉപ്പിൻ്റെ അളവിനനുസരിച്ചിട്ടായിരിക്കും ഈ മാങ്ങയിലും നെല്ലിക്കയിലൊക്കെ ഉപ്പ് കയറുക എന്നതുപോലെ തന്നെയാണ് ഇവിടെ. നമ്മൾ ഈ ഗ്ലൂക്കോസ് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഹീമോഗ്ലോബിൻ്റെ അളവാണ് മെഷർ ചെയ്യുന്നത്. ഇതൊരു റേഷ്യോ ആണ് എന്ന് പറഞ്ഞാൽ ഒരു ശതമാനക്കണക്കാണ്. മൊത്തം നമ്മൾ ഗ്ലൂക്കോസ് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ് ഹരിക്കണം അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ ആകെയുള്ള ഹീമോഗ്ലോബിൻ. അപ്പോൾ കിട്ടുന്ന ആ ഒരു റേഷ്യോ, ആ ഒരു കണക്കാണ് നമ്മൾ നോക്കുക. അതിൻ്റെ അളവ് 5.6 അതിൽ താഴെയോ ആണെങ്കിൽ ഈ വ്യക്തിക്ക് ഷുഗറൊന്നുമില്ല, അസുഖമൊന്നുമില്ല, സാധാരണമാണ്. ഇനി 5.6ൻ്റെയും 6.5ൻ്റെയും ഇടയിലാണെങ്കിൽ ഈ വ്യക്തി ഇതേ ജീവിതശൈലിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ ഷുഗർ രോഗിയായിട്ട് മാറാം. ഷുഗറിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ കണ്ടു തുടങ്ങാം. ഇതിന് പ്രീ ഡയബറ്റീസ് എന്നാണ് പറയാം. ഇനി 6.5ന് മുകളിലാണെങ്കിൽ ഫുൾ ബ്ലോൺ ഡയബറ്റീസ് അസുഖമായിട്ട് മാറി. ഇനി ഈ അസുഖം വന്ന വ്യക്തിയുടെ ഷുഗർ കൺട്രോളാണ് എങ്കിൽ ഈ HbA1cയുടെ അളവ് 7ന് താഴെ ആയിരിക്കണം. ഇനി ഇത് 7ൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് 7, 8, 9, 10, 11, 12, 13 ഒക്കെ ഉള്ള രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ കൂടി വരികയാണെങ്കിൽ ഷുഗർ മുഖാന്തരം, ഡയബറ്റീസ് മുഖാന്തരം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് നമുക്ക് വരാം? നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാം. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന കോയിലുകളിൽ ബ്ലോക്ക് വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് വരാം. തലച്ചോറിലേക്ക് രക്തം കൊണ്ടുപോകുന്ന കോയിലുകളിൽ ബ്ലോക്ക് വരികയാണെങ്കിൽ നമുക്ക് സ്ട്രോക്ക് വരാം. ഡയബറ്റിക് നെഫ്രോപ്പത്തി വരാം. ഡയബറ്റിക് നെഫ്രോപ്പത്തി എന്ന് പറഞ്ഞാൽ ഷുഗർ കിഡ്നിയിലെ ബാധിക്കുന്ന അസുഖമാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ കാലിലും കയ്യിലൊക്കെ നീര്, മുഖത്തൊക്കെ നീര് വരാം. രക്തത്തിൻ്റെ അളവ് കമ്മിയായിട്ട് വരാം. BP പെട്ടെന്ന് കൂടാം. ഈ വിഷയങ്ങളൊക്കെ വരാം. പിന്നെ ഡയബറ്റിക് ന്യൂറോപ്പത്തി, കാലിലും കയ്യിലൊക്കെ ചുട്ടുപൊട്ടുക, തരിപ്പ് വരിക, നിലത്ത് കാല് കുത്തുന്നത് അറിയാതിരിക്കുക, നടക്കുമ്പോൾ വീഴാൻ പോവുക, ഈ വിഷയങ്ങളൊക്കെ വരാം. ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിൻ്റെ കാഴ്ച വരെ നഷ്ടപ്പെടാം. പിന്നെ ഉദ്ധാരണക്കുറവ് വരാം. അതുപോലെ പല ബുദ്ധിമുട്ടുകൾ വേറെയും വരാം. അപ്പോൾ ഈ ടെസ്റ്റ് നിങ്ങൾ ചെയ്യണം. ചെയ്യാത്ത ആളുകളാണെങ്കിൽ എന്തായാലും ചെയ്യണം. ഇത് ഫാസ്റ്റിങ്ങിലെന്നോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ ചെക്ക് ചെയ്യണമെന്നോ യാതൊരു നിർബന്ധമില്ല. എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ചില ആളുകളുണ്ട്, അവർ ഡോക്ടറെ കാണുന്നതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുന്നേ ഭക്ഷണമൊക്കെ കുറച്ച് കൺട്രോളാക്കിയിട്ട് ഫാസ്റ്റിംഗ് ഷുഗർ നോക്കിയിട്ട് പോകും. അപ്പോൾ ചിലപ്പോൾ നോർമലായിരിക്കും. ഡോക്ടർ പറയും കുഴപ്പമില്ല എന്ന് പറയും. ഇയാൾ വീട്ടിൽ വന്നിട്ട് വീണ്ടും പഴയ ആ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ മുന്നോട്ട് പോകും. വീണ്ടും ഡോക്ടറെ കാണുമ്പോൾ ഒന്ന് ശരിയാക്കും. പക്ഷെ അതുകൊണ്ടൊന്നൊരു കാര്യമില്ല. നിങ്ങളെ ശരീരമാണ് HbA1c നോക്കിയിട്ട് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് എല്ലാവരും ഒന്ന് നോക്കി വെക്കുക. ഓക്കെ.